ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിനു മുമ്പ് തന്നെ രാജ്യവ്യാപകമായി വലിയ ചർച്ചയായാൽ അത് കലയുടെ ശക്തിയോ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ വേദനകളോ? അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ബംഗാൾ ഫയൽസ് എന്ന ചിത്രത്തെക്കുറിച്ചുള്ള കഥ. लेकिन सोचो सन 2050 जब ये इंडिया का पहला युवा माइनॉरिटी प्राइम मिनिस्टर बनेगा तब हमारी डेमोक्रेसी की कितनी बड़ी जीत होगी. ബംഗാൾ ഫയൽസ് പേരുപോലെ തന്നെ ചരിത്രത്തിന്റെ അടിഞ്ഞുകിടക്കുന്ന പേജുകൾ പൊടിപ്പൊടിച്ച് പുറത്തെടുക്കുന്ന ഒരു ശ്രമം. എന്നാൽ സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയ ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വേദികളിലും വാർത്താ ചാനലുകളിലും വിവാദങ്ങൾ പൊട്ടിത്തെറിച്ചു. കാരണം ഈ സിനിമ സ്പർശിക്കുന്നത് ഹിന്ദു മുസ്ലിം വിഭജനത്തിന്റെ വേദനയും कॉन्स्टिट्यूशन चलता है एक हिंदुओं का और दूसरा ये मुसलमानों का. ജിന്ന ആവശ്യപ്പെട്ട അധികാരവിഹിതങ്ങളും ബംഗാളിന്റെ രക്തസാക്ഷി ചരിത്രവുമാണ്. ചരിത്രത്തിലേക്ക് ഒന്ന് മടങ്ങി നോക്കാം. 1947 ലേ വിഭജനത്തിന്റെ വേളയിൽ ജിന്നായുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് പാകിസ്ഥാന്റെ ഭാഗമായി ബംഗാളിന്റെ വലിയൊരു ഭാഗം വേണമെന്നും ശക്തമായി ആവശ്യപ്പെട്ടു. भाई भारत का मुसलमान तो कन्वर्ट है, पहले तो सब हिंदू ही थे ना, हमारा डीएनए एक है. नो मिस्टर गांधी, हिंदू मुस्लिम एक नहीं है. आप वेदों को मानते हैं, हम कुरान को मानते हैं, आप लाखों भगवान को मानते हैं, हम सिर्फ अल्लाह को मानते हैं. ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്, അതിനാൽ അത് പാകിസ്ഥാനിൽ ഉൾപ്പെടണം. ഇതായിരുന്നു അവരുടെയും ആവശ്യം. എന്നാൽ അതേ സമയത്ത് ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പാശ്ചാത്യ ബംഗാളിലെ ജനങ്ങൾ അതിനെതിരെ ഉയർന്നുനിന്നു. ആ പ്രതിഷേധങ്ങളും രാഷ്ട്രീയ തീരുമാനങ്ങളുമാണ് ഇന്ന് നമ്മൾ അറിയുന്ന പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് വിഭജനത്തിന്റെ തുടക്കം. ഈ പശ്ചാത്തലത്തിലാണ് ബംഗാൾ ഫയൽസ് സിനിമ എത്തുന്നത്. സിനിമയിൽ ഹിന്ദുക്കൾ നേരിട്ട ക്രൂരതകളെക്കുറിച്ചും കൊലപാതകങ്ങളെയും കൂട്ടത്തോട്പാടുകളെയും വേരോടുമൂലം പറിച്ചറിയപ്പെട്ട കുടുംബങ്ങളെയും തുറന്നുകാട്ടുന്നുണ്ട്. പക്ഷേ സിനിമയുടെ കഥ ഹിന്ദുക്കളുടെ വേദനയെ മാത്രം മുന്നോട്ട് വയ്ക്കുന്നു, മുസ്ലിം സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുന്നു എന്നാരോപിച്ചാണ് വലിയൊരു വിഭാഗം പ്രതിഷേധിച്ചത്. बंगाल पाकिस्तान को दे दोगे तो क्या बंगाली संगीत, बंगाली भाषा, बंगाली खाने को भी दे दोगे? बंगाल को मारोगे तो भारत भारत नहीं रहेगा. जमीन का टुकड़ा नहीं, इंडिया का लाइट हाउस है बंगाल. ട്രെയിലറിൽ തന്നെ കാണിച്ച ചില ദൃശ്യങ്ങൾ ഹിന്ദുക്കളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നു, സ്ത്രീകളെ അവമാനിക്കുന്നു, ആരും രക്ഷിക്കാൻ വരാത്ത അവസ്ഥ. ഈ രംഗങ്ങൾ ചിലർക്കു ചരിത്രത്തിന്റെ സത്യം പോലെ തോന്നി. जो पार्टीशन 1947 में शुरू हुआ था वो आज तक कभी खत्म ही नहीं होगा. എന്നാൽ മറ്റൊരു വിഭാഗം പറഞ്ഞത് ഇത് ഏകപക്ഷീയമായ അവതരണം, മുസ്ലിം സമൂഹത്തെ മുഴുവനും കുറ്റക്കാരാക്കുന്ന രീതിയാണ് സിനിമ എന്നായിരുന്നു. ഇവിടെ നിന്നാണ് വിവാദം വലുതായത്. രാഷ്ട്രീയ പാർട്ടികൾ പോലും രംഗത്തെത്തി. ചിലർ പറഞ്ഞു ജനങ്ങൾക്ക് മറന്നുപോയ സത്യം പുറത്തുകൊണ്ടുവരാൻ സിനിമ സഹായിക്കും. പക്ഷേ മറ്റു ചിലർ ചോദിച്ചു ജനങ്ങൾക്കിടയിൽ മതവൈരാഗ്യം വിതക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാകുന്നത്. സോഷ്യൽ മീഡിയയിൽ ബംഗാൾ ഫയൽസ് _ബഹിഷ്കരണം എന്ന ഹാഷ്ടാഗ് ട്രെൻഡായി. അതേസമയം #വി സപ്പോർട്ട് ബംഗാൾ ഫയൽസ് എന്നും പലരും പങ്കുവച്ചു. ജനങ്ങൾ തമ്മിലുള്ള വാദപ്രതിവാദം, വാർത്താ ചാനലുകളിലെ ചർച്ചകൾ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എല്ലാം ബംഗാൾ ഫയൽസ് ആയിരുന്നു പ്രധാന വിഷയം. അതേസമയം സിനിമാ ടീം പറയുന്നത് വേറെ. നമ്മൾ സിനിമ ചെയ്യുന്നില്ല, ചരിത്രത്തെ പറയുകയാണ്. പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച സംഭവങ്ങൾ, ഗവേഷകർ എഴുതിയ പുസ്തകങ്ങൾ, രക്തസാക്ഷികളുടെ അനുഭവങ്ങൾ അതെല്ലാം കൂട്ടിച്ചേർത്താണ് ബംഗാൾ ഫയൽസ് തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ ചരിത്രം എപ്പോഴും വേദനയുടെ ഇരട്ടമുഖമാണ്. ഒരു സമൂഹം നഷ്ടപ്പെട്ട കഥ പറയുമ്പോൾ മറ്റൊരു സമൂഹം കുറ്റക്കാരാക്കപ്പെടും. സിനിമയുടെ ശക്തി അതിനെയാണ് വീണ്ടും നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അവസാനത്തിൽ ചോദിക്കേണ്ടത് ബംഗാൾ ഫയൽസ് ഒരിക്കലും മറക്കരുതാത്ത ചരിത്രസത്യം പുറത്തുകൊണ്ടുവരുന്ന കലാസൃഷ്ടിയാണോ, അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ മതവൈരാഗ്യം വിതക്കുന്ന ഒരു രാഷ്ട്രീയ സിനിമ മാത്രമാണോ? സിനിമ റിലീസ് ചെയ്യുന്നതിനു മുമ്പ് തന്നെ അത് ചരിത്രത്തിന്റെ പൊള്ളുന്ന പാടുകൾ വീണ്ടും തുറന്നുകാട്ടി. ചിലർക്കിത് ധൈര്യമായ ശ്രമം, മറ്റു ചിലർക്കിത് അപകീർത്തികരമായ പ്രചരണം. ഒടുവിൽ സിനിമകൾ സമൂഹത്തെ ഒന്നിപ്പിക്കണമോ വിഭജിക്കണമോ എന്ന ചോദ്യമാണ് ബംഗാൾ ഫയൽസ് നമ്മെ മുന്നിൽ വെക്കുന്ന ഏറ്റവും വലിയ ചോദ്യം. ഇതായിരുന്നു ബംഗാൾ ഫയൽസ് സിനിമയെ ചുറ്റിപ്പറ്റിയ വിവാദത്തിന്റെ കഥ. നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? കമന്റ് ബോക്സിൽ പങ്കുവെക്കൂ.